വയനാട് പുനരധിവാസം സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടായിട്ടും മനഃപൂർവ്വം പിണറായി വിജയൻ സർക്കാർ പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കുക. ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പും വയനാട് പുനരധിവാസത്തെ സംബന്ധിച്ച് സർക്കാർ ഇതുവരെ അന്തിമമായി തയ്യാറാക്കിയിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പണത്തെക്കുറിച്ച് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് താല്പര്യം കാണിക്കുന്നത്. എന്നാൽ കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ച് പുനരധിവാസ പദ്ധതികൾ ആരംഭിക്കാൻ സർക്കാർ വിമുഖത കാണിക്കുകയാണ്. സാലറി ചാലഞ്ചിലൂടെയും മറ്റ് ധനസമാഹരണ മാർഗങ്ങളിലൂടെയും പിരിച്ച പണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കുന്നില്ല. SDRFന് കേന്ദ്ര സഹായം ലഭിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ഈ വർഷം ദുരന്തമുണ്ടായ ഉടനെയും അതിനു മുമ്പും കേരളത്തിന് ലഭിച്ച ധനസഹായം മുഴുവൻ ₹1 പോലും ചെലവഴിക്കാതെ കെട്ടിക്കിടക്കുകയാണ്. ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും വ്യക്തികളോടും ഇതുവരെ സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകളോടും വ്യക്തികളോടും സ്ഥാപനങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഇതുവരെ അവരുടെ പദ്ധതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ആരാഞ്ഞിട്ടില്ല. പുനരധിവാസത്തിൻ്റെ അന്തിമമായ മാതൃക പുറത്തുവിട്ടിട്ടില്ല. എവിടെയൊക്കെയാണ് പുനരധിവാസം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇതുവരെ തീർന്നിട്ടില്ല. പുനരധിവാസത്തിൻ്റെ അന്തിമമായ പാക്കേജ് സർക്കാർ വെളിപ്പെടുത്തുന്നില്ല. എത്ര പണം ചെലവ് വരും എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ഒന്നും തന്നെ മിണ്ടുന്നില്ല. എത്ര വീടുകളാണ് പുനരധിവാസത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കാൻ പോകുന്നത്, അതിന് വരുന്ന ചെലവ് എത്രയാണ്, മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കുള്ള ചെലവ് എത്രയാണ്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വ്യക്തതയും വരുത്താതെയാണ്, ഒരു സംസ്ഥാനത്തും കാണാത്ത തരത്തിലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവുമാണ് വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷം കഥ അറിയാതെ ആട്ടം കാണുകയാണ്. VD സതീശന് എന്താണ് നടക്കുന്നതെന്ന് പോലും അന്വേഷിക്കാനുള്ള ആത്മാർത്ഥതയില്ല. വയനാട് കൽപ്പറ്റ MLA UDF-കാരനാണല്ലോ, കോൺഗ്രസ്സുകാരനാണല്ലോ. സിദ്ദിഖിനോട് ചോദിച്ചു നോക്കി, എന്ത് പുനരധിവാസ പാക്കേജാണ് തയ്യാറാക്കിയത്, എത്ര രൂപ ചെലവ് വരും, ആരാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്, ഏത് ഏജൻസിയാണ് പുനരധിവാസം നടത്തുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങളും കോൺഗ്രസിനെയും CPM-നെയും കണ്ണുമടച്ച് അവരെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായി റീബിൽഡ് കേരള, നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്തായി പുത്തുമലയിലെ കവളപ്പാറയിലെയും പുനരധിവാസ പദ്ധതികൾ ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ മുന്നണികൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താൻ തയ്യാറാവുന്നില്ല. BJP വയനാട്ടിൽ പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരായി ശക്തമായ പ്രതിഷേധവും സമരങ്ങളും ആരംഭിക്കും. വഖഫ് ബോർഡിൻ്റെ അധിനിവേശത്തിനെതിരായി സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനരോഷം തണുപ്പിക്കാനാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പത്തിൻ്റെ പേരിൽ വച്ചിരിക്കുന്നത്. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചാൽ എന്താ പറയുക, ഉണ്ണിയുടെ പൂര കണ്ടാൽ ഇല്ലത്തെ പഞ്ഞു അറിയാമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് ആ ടേംസ് ഓഫ് റെഫറൻസിലുള്ളത്? എന്താണ് അന്വേഷിക്കാൻ പോകുന്നത്? മുനമ്പത്ത് മാത്രമാണോ വഖഫിൻ്റെ ഭീഷണിയുള്ളത്? വഖഫിൻ്റെ ഭീഷണിയുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് സ്ഥിതി? അതുകൊണ്ട് വഖഫ് അധിനിവേശത്തിനെതിരായി വ്യാപകമായ സമരങ്ങൾ ആരംഭിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. സംസ്ഥാന ഗവൺമെൻറ് നിയമസഭാ പ്രമേയം പിൻവലിക്കാൻ മുൻകൈയെടുക്കണം. വഖഫിൻ്റെ അധിനിവേശം ഒഴിവാക്കാൻ ഈ പ്രഖ്യാപിച്ച സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിലേക്ക് നോക്കുന്ന മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ രാത്രിയിൽ. ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിൽ കോടതി ഇടപെട്ടു. ഇവിടെ എത്രയോ സ്ഥലങ്ങൾ, ക്ഷേത്രഭൂമികൾ കേരളത്തിൽ വഖഫ് കയ്യേറിയിരിക്കുകയാണ്. അവിടെയെല്ലാം വഖഫ് കയ്യേറിയ സ്ഥലങ്ങളെല്ലാം മോചിപ്പിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. നിയമ നടപടി ഉണ്ടാവും, രാഷ്ട്രീയ നടപടി ഉണ്ടാവും.
വഖഫ് ബോർഡിന് അനധികൃതമായി കേരളത്തിലെ 1 ഇഞ്ച് ഭൂമി കയ്യേറാൻ ഞങ്ങൾ അനുവദിക്കില്ല. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ വഖഫ് ബോർഡിനെ പിന്തിരിപ്പിക്കണം. അനാവശ്യമായി വഖഫ് ബോർഡ് വന്ന് ഇന്ന സ്ഥലം ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും കേരളത്തിൽ. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. ഞങ്ങൾ വലിയ സമരങ്ങളും പ്രചാരവേലകളും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വേറെ എതിരെ വേണ്ടെന്ന് പറഞ്ഞില്ലതല്ലേ നിങ്ങൾ? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറ. കേരളത്തിൻ്റെ പുനരധിവാസ പദ്ധതികൾ ഇത്ര ദിവസം വൈകിയത് എന്തുകൊണ്ടാണ്? പണമില്ലാത്തത് കൊണ്ടാണോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തുകൊണ്ട് നിലവിലുള്ള പണം ചെലവഴിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ആ വാദം ഉന്നയിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ ഒരു മന്ത്രിസഭ ഉപസമിതി അവിടെയുണ്ട്. ഇപ്പോൾ രാജനോട് ചോദിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് രാജൻ മന്ത്രിയോട് ചോദിക്കാൻ നിങ്ങളെ മുട്ടടിക്കില്ലല്ലോ. നിങ്ങൾക്ക് മറ്റേ ക്ലിഫ് ഹൗസിലേക്ക് പോകുമ്പോഴല്ലേ നിങ്ങളെ മുട്ടടിക്കുള്ളൂ. രാജനോടെങ്കിലും ചോദിക്കണം, എന്തുകൊണ്ട് കേരളത്തിലുള്ള കയ്യിലുള്ള പണം ഇതുവരെ ചെലവഴിക്കാനുള്ള തടസ്സം എന്താണ്? കേന്ദ്രം ചെലവഴിക്കേണ്ടെന്ന് പറഞ്ഞോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയല്ലോ, എന്തുകൊണ്ട് ചെലവഴിച്ചില്ല? അതുകൊണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് LDFും UDFും എടുക്കുന്നത്. ശരിയായ വസ്തുതകൾ അറിയാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതൊക്കെ അതിന് മറുപടി അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രാം തീയതിയാണ് കൊടുത്തത്? 19-ാം തീയതിയല്ലേ കൊടുത്തത്? നിങ്ങളെ ചാനലും പത്രങ്ങളും തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലോ. നിങ്ങൾ ഹർത്താൽ നടത്തുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അറിയോ? ഒരു വസ്തുത അറിയാതെ നിങ്ങൾ ഹർത്താൽ നടക്കുമ്പോൾ കൊടുത്തിട്ട് 2 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വയനാട്ടിൽ ഹർത്താൽ നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ കേരള ഗവൺമെൻറ് കൊടുത്തതാണ് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തതെന്ന്. അന്തിമമായിട്ടുള്ള റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തത് എന്നാണ് ഹർത്താൽ നടന്നത്. അപ്പം അതുകൊണ്ട് സർക്കാരിനെ രക്ഷിക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും എടുക്കുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. അത് ആദ്യം പറഞ്ഞത് നിങ്ങളെ സ്വന്തം റിയാസാണ്. ഞാൻ മുരളീധരൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആദ്യം ഈ കാര്യം പറഞ്ഞത് മുഹമ്മദ് റിയാസ്. അതാണ് നിങ്ങളുടെ ദുഷ്ടലാക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദവാക്യം, വയനാട് ദുരന്തം എന്ന് പറയരുത് എന്ന് പറഞ്ഞത് PA മുഹമ്മദ് റിയാസാണ്. ഞാൻ വേണേൽ വീഡിയോ തരാം. നിങ്ങൾ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും എല്ലാം കൊടുത്ത 24ഉം റിപ്പോർട്ടറും എല്ലാം കൊടുത്ത അതിൻ്റെ വീഡിയോ ഞാൻ തരാം. അത് പറഞ്ഞത് PA മുഹമ്മദ് റിയാസാണ്. അന്ന് നിങ്ങൾക്ക് ചോദ്യവുമില്ല, ഉത്തരവില്ല. നിങ്ങളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം, നിങ്ങൾ ഒരക്ഷരം PA മുഹമ്മദ് റിയാസിനോട് ചോദിച്ചില്ലല്ലോ. PA മുഹമ്മദ് റിയാസ് അതൊരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട്. ശ്രീ V മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായി നിങ്ങൾക്ക്. മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് വേദവ്യാക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആ SFI ISO ഒന്ന് വിടും. നിങ്ങൾ ആ SFIക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമപ്രവർത്തകരായിട്ട് മാറ്. ശമ്പളം തരുന്നത് AK സെന്ററിൽ നിന്നോ ഇന്ദിരാഭവനിൽ നിന്നോ അല്ലല്ലോ, ആണോ? അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും. എന്തുകൊണ്ട് PA മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല, വാർത്തയാക്കുന്നില്ല? നിങ്ങൾക്ക് അതിൽ പ്രതിഷേധമില്ല. നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല? അപ്പോൾ V മുരളീധരൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടു, മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ സാർ. തിരൂർ സ്വദേശിനെ കൊണ്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ കൊടുപ്പിക്കുന്നത്. കോടതിയിൽ എത്ര കേസുകളുണ്ട്? ഈ കേസ് തന്നെയല്ലേ അന്വേഷിച്ചത്, ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്താണ് പുതിയത്? ഈ കേസുകളെല്ലാം ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് 2021 ഈ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വിട്ടല്ലോ, ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത്
അതൊക്കെ 2021 മൊഴിയല്ല, 2024 മൊഴിയല്ല. ആണോ അല്ലയോ? 2021 മൊഴി വീണ്ടും എടുത്ത് ഛർദ്ദിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. അല്ലാതെ ഇപ്പോഴത്തെ മൊഴി വന്നില്ലല്ലോ, ഇന്നല്ലേ വരാൻ പോകുന്നുള്ളൂ. 2021 മൊഴി 1-ാം പേജിൽ വാർത്ത കൊടുക്കുന്ന ആ പത്രത്തിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുന്ന വിഷ്വൽ മീഡിയയോട് എന്ത് പറയണം? ഒരു പൂമാല ഇട്ട് തരണോ? അപ്പം നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിനെ അംഗീകരിച്ചും തരില്ല, അതിനൊരു വിലയും ഞങ്ങൾ കൊടുക്കുന്നു. എന്തിന്? എത്ര ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നൊരു ബാപ്പ പള്ളി പോയിട്ടില്ല. ശരി, നിങ്ങൾ സ്വപ്ന സുരേഷിൻ്റെയും അതുപോലത്തെ കുറേ മൊഴിയും എഴുന്നള്ളിച്ച് സരിതയൊക്കെ എഴുന്നള്ളിച്ച് നടന്നില്ല. ഇപ്പം അന്വേഷിക്കുന്നുണ്ടോ അത്? അതിലൊരു കേസ് ഇത്. അങ്ങനെയുള്ള കുറേ മൊഴികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. എന്തെല്ലാം മൊഴികൾ വന്നിട്ടുണ്ട്? ആ മൊഴികളിലൊക്കെ ഫെനി ബാലേഷ് ഓർമ്മയുണ്ടോ? പണ്ട് എത്ര ചർച്ച നമ്മൾ നടത്തിയത്. മൊഴിയൊക്കെ എവിടെ പോയി? നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾക്കെല്ലാം നേരത്തെ അറിയുന്നതാണ്. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഒരാൾ മെല്ലെ പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് തൃശ്ശൂർ പൊന്തിയതും ഇരിക്കട്ടെ. അല്ല, BJPക്കെതിരെയുള്ള ആരോപണം പിന്നെ എനിക്കെതിരെ അല്ലാതെ വേറെ ആർക്കെതിരെ പറയുക? BJP താറടിക്കാൻ BJP അധ്യക്ഷൻ, അതിപ്പോൾ ഏത് അധ്യക്ഷൻ വന്നാലും അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ, സ്റ്റേറ്റിലാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ. അതിൽ എന്തിരിക്കുന്നു? ഇനി അല്ല, അതിൻ്റെ ഇടയ്ക്ക് ആരോ വേറെ എന്തോ അതിൻ്റെ ഇടയിൽ ഒരു വാർത്ത കയറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ബിപിൻ ബാബു വന്നപ്പോൾ അയാൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്, അയാൾ പാർട്ടിയുടെ മെമ്പറാണ്, അയാൾ ഏരിയ കമ്മിറ്റി അംഗമാണ്. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു പ്രധാന ചാനൽ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇതല്ലേ നിങ്ങളുടെ ബാക്കിലിരുന്ന് നിങ്ങൾ ചെയ്യുന്ന പണി? അയാളുടെ ഭാര്യ, ഞാൻ ചോദിക്കട്ടെ, എത്ര നേതാക്കന്മാർക്കെതിരായിട്ട് CPM-ൽ കോൺഗ്രസ്സിലുള്ള നിങ്ങളെ പത്രപ്രവർത്തകരുടെ എത്ര ഭാര്യമാരുടെ പരാതിയുണ്ട്? അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത്? പത്രലേഖകന്മാരുടെ എത്രയോ ഭാര്യമാർക്ക് പരാതിയുണ്ട്. ജനപ്രതിനിധി ആയാലും നിങ്ങൾ 4th എസ്റ്റേറ്റ് ആണ്, നിങ്ങളും അക്കൗണ്ടബിൾ ആണ്. എന്ത് വാർത്തയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞാനെന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? അല്ല, ആര് പറഞ്ഞു പ്രസക്തല്ല? പ്രസക്താണെന്ന് ഞങ്ങൾ പറഞ്ഞു. വെള്ളം ഒഴുകി വരുമ്പോൾ അങ്ങനെയല്ലേ, മാലിന്യം പോകുമ്പോഴല്ലേ നല്ല വെള്ളം വരുന്നത്. അതിലിപ്പോൾ എന്തിരിക്കുന്നു? അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കുതിരെ CPM മോശമായി കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടി അങ്ങനെ നേരത്തെ തീരുമാനിച്ചത്? അങ്ങനെയാണ് CPM-ൽ നിന്ന് പുറത്താക്കേണ്ട ഒരു 5 പേര് ഞാൻ പറഞ്ഞുതരാം. ഭാര്യയുടെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ ഭാര്യയുടെ പരാതിയിലാണെങ്കിലേ ഒരു 10 ആളെ ഞാൻ പറഞ്ഞുതരാം, 5 പ്രമുഖ നേതാക്കളെ ഞാൻ പറഞ്ഞുതരാം. വേറെന്താ? നിങ്ങളെ കലിപ്പ് തീർന്നില്ലല്ലോ ഇനി? ശരി.